ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിഫ്റ്റി ഫ്യൂച്ചറിൽ ഞാൻ 2 എൻട്രീസ് എടുത്തിരുന്നു. രണ്ടും സെൽ സൈഡ് എൻട്രിയാണ്. സോ ആ ട്രേഡുകൾ എടുക്കാണ്ടായിരുന്ന റീസണും അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റെ ഫസ്റ്റ് ട്രേഡ് ഈ ഒരു ക്യാൻഡിൽ ഫിനിഷ് ചെയ്തതിന് ശേഷമുള്ള ഒരു ട്രേഡാണ്. ഇവിടെ നിന്നായിരുന്നു എൻ്റെ ഒരു ട്രേഡ് ഞാൻ എൻ്റർ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഞാൻ ഇതിൻ്റെ മേലെയാണ് സെറ്റ് ചെയ്തത്. സോ അതിനുള്ള റീസൺ എന്താ വെച്ചാൽ, നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ച റെസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെയാണ്. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത് ഈ ഒരു സപ്പോർട്ടിന് താഴെയാണ്. പിന്നെ മാർക്കറ്റിൽ ഇന്നലെ തൊട്ടേ നല്ല രീതിയിൽ 2 ദിവസം മുമ്പ് തൊട്ടേ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ ഉണ്ട്. സോ മാർക്കറ്റ് ഇന്നത്തെ ഫസ്റ്റത്തെ ഓപ്പൺ ചെയ്ത് ഫസ്റ്റത്തെ ക്യാൻഡിൽ ഫോം ചെയ്ത സമയത്ത് ഈ ക്യാൻഡിലിൻ്റെ ഈ വിക്സിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് ഒരു എൻട്രി കിട്ടിയാൽ, നല്ലൊരു സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് ഒരു എൻട്രി കിട്ടിയാൽ എടുക്കാമെന്നുള്ളതിലായിരുന്നു. സോ ഈ മാർക്കറ്റ് ഫസ്റ്റത്തെ ക്യാൻഡിൽ വന്നു, മാർക്കറ്റ് ഒന്ന് ഡൗൺ സൈഡിലേക്ക് പോയി. രണ്ടാമത് ഈ ഒരു റെസിസ്റ്റൻസിനെ പിന്നെ അപ്രോച്ച് ചെയ്ത സമയത്ത് ഫസ്റ്റത്തെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. ഈ ഒരു ക്യാൻഡിൽ കണ്ടില്ലേ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് അടുത്തൊരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത സമയത്താണ് ഞാൻ എൻട്രി എടുത്തത്. അതായത് ഇതിന് താഴെയായിരുന്നു എൻട്രി, ഇതിന് മേലെ സ്റ്റോപ്പ് ലോസ് വെച്ചു. ആ എൻട്രി എടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഓർഡർ ഫ്ലോ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ഫസ്റ്റത്തെ ക്യാൻഡിൽ. ഈ കാണുന്നില്ല, ഇതാണ് ഫസ്റ്റ് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന ക്യാൻഡിൽ. ഈ ക്യാൻഡിലെ സെല്ലിംഗ് പ്രഷർ കണ്ടില്ലേ, അതായത് വലിയ ക്വാണ്ടിറ്റീസ് സെല്ലിംഗ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ എന്നുള്ളതിലാണ് ഞാൻ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ അടുത്തുനിന്ന് ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ അല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എൻട്രി കിട്ടിയാൽ എടുക്കാമെന്നുള്ളൊരു ഇതിൽ നിന്ന് അങ്ങനെ ഇതാണ് നമ്മുടെ പറഞ്ഞ ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതായത് ചെറിയ ബ്രേക്ക് ഔട്ട് പോലെ വന്ന ഗ്രീൻ ക്യാൻഡിൽ. ചാർട്ടിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ക്യാൻഡിൽ കേട്ടോ, ഇതാണ് ഞാനിപ്പോൾ ആ ഓർഡർ ഫ്ലോയിൽ കാണിച്ച ഗ്രീൻ ക്യാൻഡിൽ. ആ ഗ്രീൻ ക്യാൻഡിൽ ഓർഡർ ഫ്ലോയിൽ നോക്കുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, അതിൽ ഒരുപാട് ഇംബാലൻസുകളുണ്ട്, അതായത് ബൈയിങ് ഇംബാലൻസ്. അപ്പം ഇങ്ങനത്തെ ഒരു ഇംബാലൻസ് വെച്ചിട്ടാണ് ഇതിലൊരു ബ്രേക്ക് ഔട്ട് വന്നത് ഈ ക്യാൻഡിൽ. അപ്പം നമ്മൾ സാധാരണ ഞാൻ എടുക്കുന്ന സമയത്ത് ബ്രേക്ക് ഔട്ട് ഇംബാലൻസ് ഉണ്ടെങ്കിൽ കൂടി, ഇംബാലൻസ് ബ്രേക്ക് ഔട്ടുകൾ എടുക്കാറുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ തൊട്ട് മുമ്പുണ്ടായ ക്യാൻഡിൽസിൻ്റെ ഫോം ചെയ്തത് എങ്ങനെയാണ് നോക്കും. സോ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചറിയാം, അതായത് ഈ ക്യാൻഡിൽ ഡയറക്റ്റ് വന്ന് ബ്രേക്ക് ഔട്ട് ആയതാണ്. അതായത് ഇപ്പോൾ ഒരു നല്ല ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ അവിടുന്ന് ഇതിപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആണെങ്കിൽ, നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഇവിടുന്ന് ഒരു ക്വാണ്ടിറ്റീസ് അക്യുമുലേറ്റ് ചെയ്യും, എന്നിട്ടേ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ബ്രേക്ക് ഔട്ടുകളായിരിക്കും നല്ല ജെന്യുവൻ ആയുള്ള ബ്രേക്ക് ഔട്ട് വരുന്നത്. സോ ഇവിടെ സംഭവിച്ചത്, ഇവിടെ ഡയറക്റ്റ് വന്നു ആ റെസിസ്റ്റൻസ് പോലെ ചെറിയൊരു റെസിസ്റ്റൻസ് അത് ബ്രേക്ക് ഔട്ട് ചെയ്തു. ആ ബ്രേക്ക് ഔട്ടിൽ നല്ല രീതിയിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇംബാലൻസ് ചെയ്യാൻ തൊട്ട് അടുത്തൊരു ക്യാൻഡിലെ ആ ഇംബാലൻസിനെ തിരിച്ച് ക്രോസ് ചെയ്തു. അപ്പോൾ ഇതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ മുമ്പുണ്ടാക്കിയ ഈ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലെ മോസ്റ്റ് എൻട്രീസ് റീറ്റെയിലേഴ്സ് ആയിരിക്കും, അതായത് ബ്രേക്ക് ഔട്ടിലുള്ള എൻട്രി ആയിരിക്കും. അപ്പം റീറ്റെയിലേഴ്സിന് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുത്തവരെ ട്രാപ്പ് ചെയ്യുന്ന രീതിയിൽ അടുത്തൊരു ക്യാൻഡിൽ വന്ന് ഇവിടെയാണ് ഞാൻ എൻട്രി എടുത്തത്, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു. പക്ഷെ അത് ഒരു 1:1 അല്ലെങ്കിൽ 1:1 സംതിങ് തന്നതിന് ശേഷം ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു നമ്മുടെ. സോ അതിനുശേഷം ഞാനൊരു നല്ലൊരു ബെറ്റർ എൻട്രിക്ക് വേണ്ടി നോക്കിയിരുന്നു. സോ ഇവിടുന്ന് നമുക്കൊരു എൻട്രിക്കുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇത്രത്തോളം ബിയറിഷ് ആയതുകൊണ്ട് ഞാൻ ഒരു ബൈ എൻട്രി എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. സോ ഞാനൊരു നല്ലൊരു സെൽ എൻട്രി കിട്ടുമെന്നുള്ളൊരു ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ മെയിനായി മാർക്ക് ചെയ്ത് വെച്ച മെയിൻ ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇന്നലെ ഒരു ഫോൾ വന്ന റെസിസ്റ്റൻസ്, ഇതാണ് അത് റെസിസ്റ്റൻസ്.
ഈ ഇതാണ് ആ റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് മാർക്കറ്റ് എത്തി. അതിലെ ക്യാൻഡിൽസ് നമുക്ക് ഓർഡർ ഫ്ലോ വെച്ച് നോക്കുന്ന സമയത്ത് ഇതാണ് അപ്പോൾ ആ ഫസ്റ്റത്തെ ആ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് എത്തിയപ്പോഴുള്ള ഗ്രീൻ ക്യാൻഡിൽ. അത് കഴിഞ്ഞിട്ട് ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടായി. അപ്പോൾ നമ്മൾ ഈ ക്യാൻഡിൽ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ ഇതേപോലെ നമ്മൾ പറഞ്ഞ പോലെ ഇംബാലൻസുകളുണ്ട്, ബൈങ് ഇംബാലൻസ്. അതായത് ഒരുപാട് ബയ്യേഴ്സ് അവിടെ കയറുന്നുണ്ട്, ഇനിയും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുള്ളൊരു ധാരണയിൽ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു റെഡ് ക്യാൻഡിൽ ഉണ്ടായി. ഈ റെഡ് ക്യാൻഡിലിൽ ഈ ഒരു ഭാഗങ്ങളിൽ ഇവിടെ ഒരു ലിമിറ്റ് സെല്ലിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഞാൻ എൻട്രി എടുക്കാത്തതിന് കാരണം ഇവിടെ വന്നിരിക്കുന്ന ക്വാണ്ടിറ്റി ഉണ്ടോ, ഇതൊരു വിക്സ് പോലെ നിൽക്കുക. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഇവിടെ പിന്നെയും ഒരു ചെറിയൊരു രീതിയിലുള്ള ബൈയിങ് പ്രഷർ ഉണ്ട് എന്നുള്ളതില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഈ ഒരു ക്യാൻഡിൽ വന്നപ്പോൾ എൻട്രി എടുക്കാത്തത്. അത് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടെ വെയിറ്റ് ചെയ്തു. രണ്ടാമത് പിന്നെ ഒരു ബൈയിങ് ഇംബാലൻസുകളുള്ള പോലത്തെ ഒരു ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായി. അതാണ് ഈ ക്യാൻഡിൽ. അതിന് ശേഷം ഒരു ഡോജി ടൈപ്പ് അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ പാറ്റേണുള്ള ഒരു ക്യാൻഡിൽ കണ്ടില്ലേ. ഈ ക്യാൻഡിലിലെ ക്വാണ്ടിറ്റീസ് കണ്ടോ, നല്ല വലിയ വലിയ ക്വാണ്ടിറ്റീസ്, ഒരുപാട് ലിമിറ്റ് സെല്ലിങ്ങും അതേപോലെ വലിയ മാർക്കറ്റ് സെല്ലിങ്ങും ഒക്കെ ഉള്ള ഒരു ക്യാൻഡിൽ. അപ്പോൾ ആ ക്യാൻഡിൽ വന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു റെഡ് ക്യാൻഡിൽ. ഈ റെഡ് ക്യാൻഡിൽ നോക്കുമ്പോഴും നമ്മൾ ഇന്നലെ കണ്ട പോലെ ഇവിടെ ഇംബാലൻസുകളും വലിയ ഇംബാലൻസും അതേപോലെ വലിയൊരു റിവേഴ്സൽ കണ്ടു. ആ സമയത്ത് നമ്മൾ ഇതാണ് ആ ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ. അപ്പം ഇത്രയും വലിയ ക്യാൻഡിൽ ആയതുകൊണ്ട് ഞാൻ ഒരു റിവേഴ്സൽ വരുവാണെങ്കിൽ എൻട്രി എടുക്കാമെന്നുള്ളതിലായിരുന്നു. അപ്പോൾ ഈ തൊട്ടടുത്ത ക്യാൻഡിൽ ഇവിടം വരെ ഒരു റിവേഴ്സൽ കണ്ട സമയത്താണ് ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ എൻട്രി പ്ലേസ് ചെയ്തത്. ഈ ക്യാൻഡിലിൻ്റെ മേലെ തന്നെയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസും വെച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഓൾമോസ്റ്റ് ഒരു 1:6 1:7 അടുത്ത് ടാർജറ്റ് അടിച്ചു. അതിനുശേഷം ഞാൻ ഇവിടുന്ന് എൻ്റെ ഒരു 90% ക്വാണ്ടിറ്റി ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തു. ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് ഞാൻ ഇപ്പോഴും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് എൻ്റെ ഇന്നത്തെ ട്രേഡ്. ഇതുപോലെ നിങ്ങൾക്ക് ഓർഡർ ഫ്ലോ യൂസ് ചെയ്തുള്ള ട്രേഡിങ് ടെക്നിക്സും മറ്റും അറിയണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് മെസ്സേജ് അയക്കാം. എനിവേ, താങ്ക് യു ഗൈസ്.